ഇത് യൂണിറ്റ് 1 ആണ്. ഗുരുശബ്ദം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഗുരുശബ്ദസ്യ കോർത്ഥഃ ഇതി സൂചയതി. പേജ് 3 ആണ്. പേജ് 3 to 7 വരെയാണ്. അതിന്റെ ശേഷമുള്ളതൊക്കെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇത് ആദ്യത്തെ ഭാഗമാണ്. ഗുകാരോ ഭവരോഗസ്യാത് രുകാരസ്തന്നിരോധകൃത്ത് ഭവരോഗഹരത്വാച്ച ഗുരുരിത്യഭിധീയത എന്ന ശ്ലോകം. ഇത് ഗുരുഗീത എന്ന് മറ്റേ പറഞ്ഞത് ഏതോ എന്നുള്ളതാണ്. അപ്പം എന്തോ ആവട്ടെ. മറ്റേ എന്താണ് ഗുകാര ഭവരോഗ സ്യാത്. ഗുരു എന്നുള്ളതിന്റെ അർത്ഥം പറയുന്ന ആള് ഗുകാര. കാരഹ കാരഹ എന്ന് പറഞ്ഞ ശബ്ദം. ഗുകാര ഗു എന്നുള്ള ശബ്ദം. ഇപ്പം അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹം എന്നുള്ള ശബ്ദം. തിരസ്കാര, മനസ്സിലായില്ലേ? തിരസ്കരിക്കൽ. അപ്പോ ഗുകാര ഭവരോഗ സ്യാത്. ഗുകാരം ഗു എന്ന് പറഞ്ഞുള്ള ശബ്ദം. ഗു എന്ന് പറഞ്ഞാൽ ഭവരോഗമാണ്. ഭവരോഗം എന്ന് പറഞ്ഞാൽ ഭവം എന്ന് പറഞ്ഞാൽ സംസാരം. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ഓരോ ആൾക്കാരെ കഷ്ടപ്പാടും, മനുഷ്യനായിട്ട് ജനിച്ച് മരിച്ച് ജീവിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കലാണ്. അതിന് ഭവം സംസാരം എന്നാണ് ലോകത്ത് പറയാ. തമിഴിലെ സംസാരമല്ല, ഭാര്യ തന്നെ. ആ അർത്ഥം എടുത്താലും വിരോധമല്ല. ഇപ്പോ ഭവം എന്ന് സാധാരണ പറയുമ്പം സന്യാസിമാരുടെ ഭാഷയിൽ ഭവം എന്നൊക്കെ പറഞ്ഞാൽ സംസാരം, ലോകം, ലൗകികന്മാരുടെ കാര്യങ്ങളാണ്. ഗു എന്ന് പറഞ്ഞാൽ ഭവരോഗം ആണ്. മനസ്സിലല്ലേ? സംസാരമാവുന്ന രോഗം, ദുഃഖം, ലോകമാവുന്ന കഷ്ടപ്പാട് നിറഞ്ഞുള്ള ജീവിതം, ദുഃഖം. സ്യാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. രുകാരഹ തന്നിരോധകൃത്ത്. രു എന്ന് പറഞ്ഞുള്ള ശബ്ദം അതിനെ നിരോധം ചെയ്യുന്നതാണ്. നിരോധം ചെയ്യുക, തടയ. മനസ്സിലായില്ല? അപ്പോ ഭവരോഗ ഹരത്വാത് ച. ഭവരോഗ ഹരത്വാത് ച. അപ്പോ ഗു എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞു. എന്താണ്? ഭവരോഗമാണ്, സംസാര ദുഃഖമാണ്, രോഗമാണ്, അസുഖമാണ്. രുകാരഹ തന്നിരോധകൃത്. രു എന്ന് പറഞ്ഞാൽ അതിനെ നിരോധിക്കുന്നതാണ്. ഭവരോഗ ഹരത്വാത് ച. ഭവ രോഗത്തിന്റെ സംസാര രോഗ നിരോധകത്വാത് ച. അവിടെ അതിന്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. അന്വയ അർത്ഥ എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഭവരോഗ ഹരത്വാത് ച. ച എന്ന് പറഞ്ഞാൽ എന്നുള്ള അർത്ഥം. ഇംഗ്ലീഷിൽ ആൻഡ് എന്നുള്ള അതിനാണ് ച എന്നും അപി എന്നൊക്കെ സംസ്കൃതത്തിൽ പറയാം. ഭവരോഗ ഹരത്വാത് ച. ഭവരോഗത്തിനെ, ഭവമാവുന്ന സംസാരമാവുന്ന ദുഃഖത്തിനെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട് ഗുരു ഇതി അഭിധീയത, ഗുരുരിത്യഭിധീയത, ഗുരു എന്ന് പറയപ്പെടുന്നു എന്ന് അർത്ഥം. ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ ശ്ലോകം പറയാണ്. മജ്ജമാനം അകാര്യേഷു പുരുഷം വിഷയേഷു വൈ നിവാരയതിരോ യോ രാജൻ സമിത്രം രിപുരന്യഥ. അത് ഭാസന്റെ അഭിഷേക നാടകത്തിന് എടുത്തുള്ള ശ്ലോകമാണ്. മജ്ജ നമ്മളെ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജയല്ല. മജ്ജമാനം, മജ്ജ എന്ന് പറഞ്ഞാൽ മജ്ജമാനം. അത് സംസ്കൃതത്തില് നിമജ്ജനം ചെയ്യാന്ന് കേട്ടില്ലേ? ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്യാന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളിക്കുക എന്നർത്ഥം. മജ്ജമാനം എന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളിക്കുക. അകാര്യേഷു, കാര്യം അല്ലാത്ത കാര്യങ്ങളിൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മുങ്ങിക്കുളിക്കുക. അകാര്യേഷു വിഷയേഷു, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ മുങ്ങിക്കുളിക്കുന്ന ആൾക്കാരെ, പുരുഷനെ യ നിവാരയതി, യാതൊരാളാണോ തടയുന്നത്, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് മുങ്ങിക്കുളിച്ചിട്ട് ആയുസ് കളയുന്ന ഒരാളെ ആരാണോ തടയുന്നത് അയാളാണ് മിത്രം, അയാളാണ് കൂട്ടുകാരൻ. അന്യഥാ രിപു, മറ്റൊരു രീതിയിലാണെങ്കിൽ അത് അയാൾ തടയുന്നില്ലെങ്കിൽ അയാൾ ശത്രുവാണ്. രിപു എന്ന് പറഞ്ഞാൽ ശത്രു. അതിൻ്റെ അന്വയപ്രകാരത്തിലുള്ള അർത്ഥത്തിലേക്ക് വന്നാൽ അകാര്യേഷു വിഷയേഷു മജ്ജമാനം പുരുഷം യ നിവാരയതി സ മിത്രം ഭവതി അന്യഥാ രിപു ഭവതി. അല്ലയോ രാജാവേ, അകാര്യമായിട്ടുള്ള വിഷയങ്ങളിൽ കർത്തും അയോഗ്യേഷു ലൗകിക വിഷയേഷു എന്നവിടെ അത് നേരെയുള്ള സംസ്കൃതത്തിന്റെ അർത്ഥം എന്നാണ് അവിടെ നോക്കിയാൽ മതി. മജ്ജമാനം വ്യാപ്രിയമാണം, വ്യാപരിക്കുന്നയാളും. പുരുഷം മാനവം യ നിവാരയതി, യാതൊരാളാണോ തടയുന്നത് സ മിത്രം ഭവതി, അയാൾ അദ്ദേഹത്തിന്റെ മിത്രമാവുന്നു, കൂട്ടുകാരനാവുന്നു.
അന്യഥ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ രിപു ഭവതി, അയാൾ ശത്രുവായി തീരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ മൂന്നാമത്തെ ശ്ലോകം പറയാണ്, കേവലേന വംശമഹിംന പ്രയോജനം നാസ്തി പൗരുഷമേവ പ്രധാനം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. കേവലേന വംശമഹിംന പ്രയോജനം നാസ്തി. വംശമഹിമ കൊണ്ട്, കുടുംബ പാരമ്പര്യത്തിലെ മഹിമ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പൗരുഷം ആണ് വേണ്ടത്, പേഴ്സണാലിറ്റി ആണ് വേണ്ടത്. പൗരുഷം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഭാവം പൗരുഷം, സ്ത്രീകളുടെ ഭാവം സ്ത്രീത്വം, അല്ലെങ്കിൽ മറ്റേ സ്ത്രൈണം എന്നൊക്കെ പറയും, സ്ത്രീയെ സംബന്ധിക്കുന്ന സ്ത്രൈണം, സ്ത്രീത്വം. അപ്പൊ ഇവിടെ സൂതോ വാ സൂതപുത്രോ വാ യോ വാ കോ വാ ഭവാമ്യഹം ദൈവായത്തം കുലേ ജന്മ മതായത്തം തു പൗരുഷം. അത് വേണീ സംഹാരം എന്നുള്ള ഇതിൽ പറയുന്നതാണ്. വേണീ സംഹാര അത് ദുര്യോധനൻ പറയുന്നതാണോ ഭീമസേനൻ പറയുന്നതാണോ എന്നുള്ളത് നമുക്ക് നോക്കണം. കുലേ ജന്മ ദൈവായത്തം അല്ല, അപ്പൊ അത് കുലേ ജന്മ ദൈവായത്തം. ഇത് കർണൻ പറയുന്ന ആവാനാണ് വഴി. അതന്നെ അഹം സൂതോവ എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അത് യാതൊരു സംശയമില്ല. കർണൻ തന്നെ, സൂര്യന്റെ മകനായിട്ടുള്ള കുന്തിദേവിയിൽ ജനിച്ചിട്ടുള്ള കർണനാണ്. കർണൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അമ്മയ്ക്ക് വിവാഹമൊന്നും ചെയ്യുന്നതിന് മുമ്പുണ്ടാവുന്ന മകനാണ്. അപ്പം കർണനെ മെല്ലെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഒഴുക്കിയിട്ടത് മറ്റുള്ള അവിടുത്തെ തന്നെ വേറൊരു പണിക്കാരൻ്റെ അടുത്ത് ഒരു തേരാളീൻ്റെ അടുത്ത് ഈ കുട്ടി എത്തിപ്പെടുകയാണ്. കുട്ടികളൊന്നും ഇല്ലാണ്ടുള്ള ഒരു തേരാളി കുറച്ച് മാറി താമസിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് തന്നെ കിട്ടുകയാണ് ഈ കുട്ടീനെ. അപ്പൊ ഇയാളെ അമ്മ പാണ്ഡവന്മാരെ അമ്മയാണ്. അപ്പൊ അതിന്റെ വേറൊരു പക്ഷെ ഇയാൾ കർണൻ ചെന്ന് ദുര്യോധന്റെ എതിർ പാർട്ടീൻ്റെ അടുത്താണ്. ചേട്ടാനിമാർ തമ്മിൽ ഇങ്ങനെ അറിയാണ്ട് പരസ്പരം യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് കർണൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇയാള് ജ്യേഷ്ഠനായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാവുന്നത്. അപ്പോൾ ഒക്കെ അതെന്താ സൂതോവാ സൂതപുത്രോവാ. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ സൂതൻ എന്നാണ്. സൂതൻ എന്ന് പറഞ്ഞാൽ തേരാളി എന്നർത്ഥാണ്. അഹം സൂത വാ സൂതപുത്ര വാ, അന്വയമാണ്. അഹം സൂത വാ സൂതപുത്ര വാ. പേജ് 4 ഇതിന് മുമ്പത്തെ ശ്ലോകം ഇങ്ങനെ പേജ് 4 കിടന്നു. ഞാൻ സൂതനോ സൂതപുത്രനോ ആയിക്കോട്ടെ, കർമ്മം കൊണ്ട് സാരഥിയോ അല്ലെങ്കിൽ സേരാളീന്റെ മകനോ ആയിക്കോട്ടെ, വാ ഭവാമി അഹം, ഞാൻ അഹം അനയോഹോ കതരഹ അഭിഭവാമി, ഞാനിവരിൽ രണ്ടാളും വാ, യാതൊരാളാണോ വാ, ആരും തന്നെയോ ആയിക്കൊള്ളട്ടെ, ഭവാമി കുലേ ജന്മദൈവായത്തം കസ്മിൻശ്ചിത് വംശേ ജന്മ ഭാഗ്യവശാദേവ. കുലേ ജന്മ, അപ്പൊ ഇയാൾ തേരാളീന്റെ മകനായതുകൊണ്ട് രാജകുമാരനൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് കുലേ ജന്മ ദൈവായത്തം. വലിയ കുലത്തിലും രാജകുലത്തിലൊക്കെ ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവം കൊടുക്കുന്നതാണ്. ഭാഗ്യവശാദേവ, ഭാഗ്യവശം കൊണ്ടുണ്ടാവുന്നതാണ്. ദൈവം എന്ന് പറഞ്ഞാൽ മിക്കവാറും സംസ്കൃതത്തിൽ ഭാഗ്യം എന്നാണ് അർത്ഥം. പൗരുഷം തു മതായത്വം. പൗരുഷം പുരുഷസ്യ ഭാവ താവത് മമ ആധീനമേവ. ജന്മം എന്നല്ല വിഷയം, എൻ്റെ പൗരുഷം ആണ്. പൗരുഷം തു മതായത്വം. കുലേ ജന്മ ദൈവായത്വം അർജുനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. കുലേ ജന്മ ദൈവായത്വം, മറ്റേ വലിയ കുലത്തിൽ ജനിക്കുക എന്നുള്ളത് ഭാഗ്യം കൊണ്ടുണ്ടാവുന്നതാണ്. പക്ഷെ എനിക്കങ്ങനെ ഭാഗ്യമൊന്നുമില്ല, എനിക്ക് പൗരുഷം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. മതായത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അധീനത്തിലുള്ളത് എന്നർത്ഥം. അടുത്ത ശ്ലോകം പറയാണ്. അടുത്ത ശ്ലോകം ഗീതയിലുള്ളൊരു ശ്ലോകമാണ്, ഭഗവത്ഗീത. മനോനിയന്ത്രണം കാര്യം ഇന്ദ്രിയാണാം ഇച്ഛാനുസാരം മനഃ ചലതി ചെയ്ത് മാർഗഭ്രംശ സംഭവേത്. നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതാണ്. മനസ്സിനെ നിയന്ത്രിക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഇന്ദ്രിയാണാം ഇച്ഛാനുസാരം മനഃ ചലതി ചെയ്ത്, ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തിട്ട് മനസ്സ് ചലിക്കുന്നുവെങ്കിൽ മാർഗഭ്രംശമുണ്ടാവും, മാർഗത്തിൽ നമ്മൾ വ്യതിചലിച്ചു പോവും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശ്ലോകം പറയാണ്. ഇന്ദ്രിയാണാം ഹി ചരതാം യൻ മനോനുവിധീയതേ തസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. ചരത അതിൻ്റെ അന്വയത്തിൽ വന്നാൽ ചരതാം ഇന്ദ്രിയാണാം,
ചരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലൗകിക വിഷയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കൊക്കെ തന്നെ ഇത് മനഃ അനുവിധീയത, ആ ഇന്ദ്രിയങ്ങളെയൊക്കെ പിന്നാലെ മനസ്സ് പോകുന്നുവെങ്കിൽ, മനഃ അനുഗമനം കരോതി ചെയ്ത് മനസ്സ് അതിൻ്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ, തത് അസ്യ പ്രജ്ഞാം, ആ പുരുഷന്റെ പ്രജ്ഞയെ, അയാളുടെ ആത്മാനാത്മ വിവേകത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുള്ള ബുദ്ധി, ഇയാളെ ബുദ്ധിയെ അംഭസി നാവം വായു ഇവ ഹരതി. വെള്ളത്തില്, അംഭസ് വെള്ളമാണ്, വെള്ളത്തില് സമുദ്രത്തില് നാവം തോണിയെ കാറ്റ് എന്ന പോലെ വായു എന്ന പോലെ ഹരതി. ജലേ നൗകാം വായു ഇവ അപഹരതി ഖലു. ഹി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എന്നർത്ഥം. ഖലു എന്ന് പറഞ്ഞാലും, ഖലു എന്ന് പറഞ്ഞാൽ തന്നെ എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ അപഹരിക്കുക തന്നെ ചെയ്യും എന്നർത്ഥം. അംഭസി നാവം വായു ഇവ, വായുർനാവം ഇവ അംഭസി എന്നവിടെ ഒരുമിച്ചാണ് എഴുതിയത്. അതൊക്കെ ശ്ലോകങ്ങൾ കുറേ പ്രാവശ്യം നോക്കണം. എന്നിട്ട് എവിടേക്കാണ് വാക്ക് കിടക്കുന്നതെന്ന് പദച്ഛേദം ചെയ്തു മുൻപേ വിഭക്തികൾ അറിഞ്ഞുടൻ അങ്ങുമിങ്ങും ഇരിക്കുന്ന പദങ്ങളെ യഥോചിതം ചേരുന്നപടി ചേർക്കുന്നത് അന്വയം പരികീർത്തിതം. അതിങ്ങനെ അർത്ഥങ്ങൾ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഞാൻ പോയി പീഡിയയിൽ വാങ്ങി സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ പീഡിയയിൽ പോയി സാധനം വാങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് വാക്കുകൾ എടുത്ത് ചേർത്തിട്ട് വെച്ചിട്ട് പഠിക്കണം. അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് വന്നാൽ, വിഷയാണാം ഉപഭോഗേന കാമാഗ്നി വർദ്ധത. വിഷയങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ, ഉപഭോഗം എന്ന് പറഞ്ഞാൽ അടുത്ത് കൊണ്ടുവന്ന് ഭോഗം ചെയ്യുക, അത് ഉപയോഗിക്കുക. കാമാഗ്നി വർദ്ധത, കാമമാവുന്ന അഗ്നി വർദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ, കുറയില്ല എന്നർത്ഥം. ന ജാതു കാമ കാമാനാം ഉപഭോഗേന ശാമ്യതി ഹവിഷാ കൃഷ്ണവർത്തമേവ ഭൂയ ഏവ ആഭിവർദ്ധത എന്ന് ശ്ലോകം. ന ജാതു, ജാതു എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നർത്ഥം. കാമ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, കാമാനാം ആഗ്രഹങ്ങളുടെ ഉപഭോഗേന ശാമ്യതി. ഒരു സ്ത്രീ വിഷയം തന്നെ എടുത്തോളൂ, സ്ത്രീ വിഷയോ സ്ത്രീകളെ പുരുഷ വിഷയം എടുത്താൽ മതി. ഒന്ന് കാമാനാം ഉപഭോഗേന ശാമ്യതി. ഒരു സ്ത്രീകളോട് ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് അവരുമായിട്ട് കൂടിച്ചേർന്നാൽ അത് അപ്പം മതിയാവില്ല. ഉപഭോഗേന ശാമ്യതി. ആ വേണം തോന്നുന്ന ആഗ്രഹം അത് സാധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ വേണം തോന്നുക ചെയ്യാം. അത് ഒരു ഉപയോഗം കൊണ്ട് മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മറ്റേ ഒരാഗ്രഹം സാധിപ്പിച്ചു കൊടുത്താൽ പിന്നെയും ഇങ്ങനെ വേണം എന്ന് പറയുള്ളൂ മനസ്സ്. അറിയാലോ, ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പോ ഇതിന്റെ അന്വയത്തിലേക്ക് വരും. ഇപ്പം കാമാനാം ഉപഭോഗേന, കാമ ജാതു ന ശാമ്യതയെ, കാമ വസ്തുക്കളുടെ ഉപഭോഗം കൊണ്ട്, ഈപ്സിതമായിട്ടുള്ള കാമ്യ വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട്, കാമവികാരം ഇവിടെ വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാമവികാര വിഷയാഭിനിവേശ, ലൗകിക വിഷയങ്ങളുമായിട്ടുള്ള അഭിനിവേശം. ജാതു ഒരിക്കലും, കഥാചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നുള്ള അർത്ഥമാണ്. എന്ന ശാമ്യതയെ, ശമനം ഉണ്ടാവില്ല. ശമനം പ്രാപ്നോതി, അത് ശമിക്കില്ല, നമുക്കത് മതിയാവില്ല എന്നർത്ഥം. എന്താ ഒരു ഉദാഹരണം പറയുന്നു. ഹവിഷാ കൃഷ്ണവർമ്മ ഇവ, ഹവിരർപ്പണേന അഗ്നിരിവ. കൃഷ്ണവർമ്മ എന്ന് പറഞ്ഞാൽ അഗ്നി എന്നുള്ള അർത്ഥമാണ്. വർമ്മ എന്ന് പറഞ്ഞാൽ മാർഗം. കൃഷ്ണവർമ്മ കറുത്ത മാർഗത്തോടു കൂടിയ ആള്. കറുത്ത മാർഗത്തോടു കൂടിയ ആളെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അഗ്നി കത്തിച്ചാൽ പുകയാണല്ലോ ഉണ്ടാവുക. പുകയൊരു കറുത്തും കൊണ്ടുള്ള പുകയാണ്. പുക വ്യാപിച്ചതിന് ശേഷമാണ് അഗ്നി വരിക. അല്ലെങ്കിൽ അഗ്നി കത്തിപ്പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ കറുത്തും കൊണ്ടുള്ള വഴിയാവില്ലേ. കൃഷ്ണവർമ്മ, അഗ്നി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ കറുപ്പായി, കാരണം പുല്ലൊക്കെ കരിഞ്ഞ് അല്ലേ. അപ്പോൾ ഹവിസ് കൊണ്ട് കൃഷ്ണവർമാവ് പോലെ, അഗ്നി പോലെ, കൃതപ്രധാനേന അഗ്നിരുവ. അഗ്നിയിലേക്ക് ഇങ്ങനെ ഹോമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അഗ്നി ആളി കത്തുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ. ഹവിഷ കൃഷ്ണവർത്തമ എന്ന് പറഞ്ഞാൽ അഗ്നി. ഇവ വർത്തമ എന്നാണ്. വർത്തമ മാർഗം, വർമ്മയല്ല. വർമ്മ എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ മറ്റേ എന്താണ്, വർമ്മ എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ പരിച എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ വർമ്മ എന്ന് രാജാക്കന്മാർക്കൊക്കെ പേരുണ്ടാവും. ഭൂയ ഏവ അഭിവർദ്ധത, അത് വീണ്ടും, ഭൂയ എന്ന് പറഞ്ഞാൽ വീണ്ടും, ഏവ അഭിവർദ്ധത വീണ്ടും വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുക. അഗ്നിയിലേക്ക് ഹവിസ്, അഗ്നിയിലേക്ക് ഇതിങ്ങനെ ഹോമിച്ചു
കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കുറയില്ല, പിന്നെ ഇങ്ങനെ വല്ലാതെ കൂടിക്കൊണ്ട് വരികയുള്ളൂ എന്ന് പറയാം. അപ്പോൾ അത് മനസ്സിലായില്ല. എന്നാൽ ജാതു എന്ന് പറഞ്ഞാൽ ഒരിക്കലും കാമഹ കാമാനാം ഉപഭോഗേന ശാമ്യത്തി, ഇതുകൊണ്ട് സാധിക്കില്ല. അഭിഷാ കൃഷ്ണവർത്തമേവ ഭൂയ ഏവ ആഭിവർത്തതേ. ഭൂയ ഏവ എന്ന് പറഞ്ഞാൽ തന്നെ എന്നർത്ഥം. ഹവിസ് എന്ന് പറഞ്ഞാൽ അഗ്നിയിലേക്ക് ഹോമം ചെയ്യുന്ന നെയ്യ് പ്ലാശിൻ്റെ ചമത, നിവേദ്യച്ചോറ് മുതലായുള്ള സാധനങ്ങളാണ്. എള്ള് മുതലായുള്ള അതൊക്കെയാണ് ഹവിസ് എന്ന് പറയുക. ഓരോരോ ഹോമങ്ങൾക്കും ഓരോരോ സാധനങ്ങളാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്കത് ഉറപ്പിച്ചു തരിക. ഇതൊക്കെ ഗീതയിലുള്ള ശ്ലോകമാണ് ഇത് രണ്ടും. ഇവിടെ ഇത് പലതിലും കാണാം. ഇത് ഭാഗവത പുരാണം, ഗീതല്ല. ഇത് ഒരേ ആശയം തന്നെയാണ്, പലതിലും ഇങ്ങനെ കാണാം ഇതൊക്കെ.